പഴയ പാട്ട് റെക്കോർഡിങ്ങുകൾ ഇന്നത്തെ പോലെ ട്രാക്ക് എടുത്തായിരുന്നില്ല. അന്നത്തെ പാട്ടുകൾക്കൊക്കെ നിറയെ റിഹേഴ്സലുകൾ ആവശ്യമായിരുന്നു. ഈ റിഹേഴ്സലുകൾ സമയത്ത് ഒരു ഗായകനെ പാട്ട് പഠിപ്പിക്കുകയും വേറൊരു ഗായകനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ രൂപവതി രുചിരാംഗി എന്ന ഗാനം ദേവരാജ മാസ്റ്റർ ആദ്യം പഠിപ്പിച്ചത് ST ശശിധരൻ എന്ന ഗായകനെ ആയിരുന്നു അത്രേ. പക്ഷേ റെക്കോർഡ് ചെയ്തതോ ദാസേട്ടനെ വെച്ചു. എന്തായാലും ഗാനം വളരെ ഹിറ്റായി. ഇത്തരം വേറെയും സന്ദർഭങ്ങൾ ഉണ്ടായതായി അറിവുണ്ട്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം എന്ന ഗാനം ഒരു ഗായകനെ പഠിപ്പിക്കുകയും പിന്നീട് റെക്കോർഡ് ചെയ്ത് ദാസേട്ടനെ വെച്ചുമായിരുന്നു അത്രേ. എന്തായാലും രൂപവതി രുചിരാംഗി എന്ന ഗാനം സൂപ്പർ ഹിറ്റായി. രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാംഗി മാറിലെ ചൂടു തരൂ രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാംഗി മാറിലെ ചൂടു തരൂ രൂപവതി. കൊണ്ട് നെയ്തൊരു ചിറകുകൾ പൊത്തിപ്പൊതിഞ്ഞെങ്കിൽ ഒന്ന് കൊത്തിപ്പറന്നെങ്കിൽ നിന്റെ നീന്തൽ പൊയ്ക തൻ മടിത്തട്ടിൽ ഒരു നെയ്തലാമ്പലായി ഞാൻ വിടർന്നെങ്കിൽ ഓ രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാംഗി മാറിലെ ചൂടു തരൂ രൂപവതി. മഞ്ഞല്ല ഈ അമൃതും അമൃതല്ല ഇണയരയെന്നമേ ഈ മഞ്ഞും മഞ്ഞല്ല ഈ അമൃതും അമൃതല്ല ഇണയരയെന്നമേ നിന്റെ മുത്തണി പന്തലിലെ മുന്തിരിക്കുടുക്കകൾ മൊത്തിക്കുടിച്ചെങ്കിൽ നെയ്യിൽ ചുറ്റിപ്പടർന്നെങ്കിൽ നിന്റെ തൂവൽ കഴുത്തിൽ അരക്കെട്ടിൽ ഒരു നീലരത്നമായി ഞാൻ പതിഞ്ഞെങ്കിൽ ഓ രൂപവതി രുചിരാംഗി രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാംഗി മാറിലെ ചൂടു തരൂ രൂപവതി. 1972 പുറത്തു വന്ന പക്കീസ ഏതാണ്ട് 16 വർഷത്തോളം എടുത്ത് ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതിനിടയിൽ ഇതിൻ്റെ കാസ്റ്റിങ്ങും ടെക്നീഷ്യൻസും ഒക്കെ മാറി മറിഞ്ഞു. സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ സംഗീത സംവിധായകനായ ഗുലാം മുഹമ്മദും മരണമടഞ്ഞിരുന്നു. അതിനാൽ ഇതിലെ സംഗീതത്തിൻ്റെ അവസാന ജോലികളെല്ലാം ചെയ്തത് നൗഷാദ് സാബായിരുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും
അദ്ദേഹം തന്നെ. പക്ഷേ പക്കീസ ഓർമ്മിക്കപ്പെടുന്നത് നായിക മീനാകുമാരിയുടെ സ്വാൻ സോങ് എന്ന നിലയ്ക്കാണ്, അവരുടെ അവസാന ചിത്രം. പിന്നീട് മനോഹരമായ ഗാനങ്ങളുടെ പേരിലും. ഇതാ പക്കീസയിലെ ഒരു മനോഹരമായ ലതാ ക്ലാസിക്. बजरिया में छीना दुपट्टा मेरा, जिसने बजरिया में छीना दुपट्टा मेरा, इन्हीं लोगों